പാലക്കാട് കല്ലടിക്കോട് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ വിവിധ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. തുടർന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതേസമയം അനുശോചന യോഗം ചേർന്നതിന് പിന്നാലെ കരിമ്പ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അഭിജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ പുതിയ വിവരങ്ങളായി നൽകാനുള്ളത്? അജിംഷാദ്, കേരളത്തിലെ കണ്ണീരിലാഴ്ത്തിയ കരിമ്പ കല്ലടിക്കോട് അപകടത്തിന് ശേഷം കരിമ്പ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതാൻ പോവുകയാണ്. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് അവിടെ മരിച്ച കുട്ടികൾക്ക് ആദരസൂചകമായിട്ട് അനുശോചന യോഗം നടന്നു. യോഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ജില്ലാ കളക്ടർക്ക് അപകടത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക സർക്കാർ. എന്തായാലും തീർച്ചയായും അത് മാത്രമല്ല, ഇപ്പോൾ മരിച്ചതിന് ശേഷം ക്ലാസ് കരിമ്പയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അവിടെ ആ ദുഃഖം ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നത്. അഭിജിത്ത്, വിദ്യാർത്ഥികൾ ഇപ്പോൾ എക്സാം എഴുതാൻ പോവുകയാണ്. എൻ്റെ പിന്നിലായി വിദ്യാർത്ഥികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുക. അതിൻ്റെ മുന്നോടി റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രിയായ KB ഗണേഷ് കുമാർ ശരി അഭിജിത്ത്, ഞാൻ തിരിച്ചെത്താം. എന്തായാലും കരിമ്പ സ്കൂളിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അത് കൈമാറിയിട്ടുണ്ട് സർക്കാരിന്. അതിന്മേലുള്ള നടപടികളെ സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. പാലക്കാട് കല്ലടിക്കോട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടാണെന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറുന്നത്. കളക്ടറേറ്റിൽ നേരത്തെ തന്നെ അപകടത്തിന് കാരണമായ വളവും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും സർക്കാരും മന്ത്രി നേരിട്ട് അവിടെ എത്തിയും നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ എന്ന രീതിയിൽ ഇതിൻ്റെ സമഗ്ര റിപ്പോർട്ടിന് ശേഷമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്.